ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റായിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ നമ്മുടെ ചെമ്മീൻ ചോറാണ്. അപ്പോൾ വളരെ ഈസിയാണ്. ബിരിയാണിയേക്കാൾ ടേസ്റ്റായിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്. അത് ക്ലീൻ ആക്കിയപ്പോൾ ഏകദേശം ഒരു 700 ഗ്രാം ഉണ്ടായിരിക്കും. ഇനി ഈ ചെമ്മീനിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ പുരട്ടി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 4 കപ്പ് ബസ്മതി അരി നല്ല പോലെ വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് വാർത്ത് ഒരു അരിപ്പയിലേക്ക് നല്ല പോലെ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണേ. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ 3/4 ഭാഗത്തോളം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് വേണം ഇടാനായിട്ട്. 2 വശവും നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. എന്നാൽ ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും ആവശ്യത്തിന് വറുക്കുകയും വേണം. അപ്പോൾ ഒരു വശം ആകുമ്പോൾ നമുക്ക് മറ്റേ വശം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു വശമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിട്ടിട്ട് അടുത്ത വശം കൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ 2 വശവും നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ട്രിപ്പ് നമുക്ക് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീനെല്ലാം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒരു 4 ഏലക്കായ, ഒരു 4 കരയാമ്പൂ, 2 വലിയ കഷ്ണം പട്ട, ഇത് രണ്ടും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ ഈ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് മസാലയൊക്കെ ഇട്ട് വഴറ്റാൻ സൗകര്യത്തിന് ഞാനൊരു വലിയ പാത്രം, ഒരു ബിരിയാണി പോട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മസാലക്കൂട്ടൊന്ന് മാറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മുടെ സവാള വഴറ്റിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മതി ഇപ്പോൾ കേട്ടോ. പിന്നെ നമുക്ക് അവസാന റൈസ് കൂടി ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെമ്മീനിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വഴക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 4 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ല പോലെ വെന്ത് ഉടയണം കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് നല്ല പോലെ വഴന്ന് തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ 4 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കുതിർത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അത് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ അരി ഒരു 3 മിനിറ്റ് നേരം നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ കുറച്ച് മല്ലിയില,
ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നേരത്തെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം, തിളച്ചു തുടങ്ങിയ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ മീഡിയത്തിനേക്കാളും കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അരിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ 1.5 കപ്പ് നാളികേരം ചെരുകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് അരി അളന്ന കപ്പ് കൊണ്ട് തന്നെ 1.5 കപ്പ് ചെരുകിയ തേങ്ങ. അപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് ഈ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 8 മിനിറ്റ് നേരം ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും വിതറിയെടുക്കാം. അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടി ഒന്ന് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. മല്ലിയില നമ്മൾ തൂവി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ റൈസ് കണ്ണൂർ സ്റ്റൈലുള്ളത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.